പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്ന സിനിമ ഇന്നലെയാണ് കണ്ടത്. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, സമയം പോയത് അറിഞ്ഞതേയില്ല. മതസൗഹാർദ്ദത്തിൻ്റെയും ഗ്രാമീണ ജീവിതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ വളരെ ലളിതമായ എന്നാൽ ഭംഗിയുള്ള സന്ദേശം നൽകുന്ന ഒരു സിനിമയാണ്. നമുക്ക് വീടുകളിലെ കൊച്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊണ്ടുപോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ല പാട്ടുകളുണ്ട്, അത്യാവശ്യം യുവജനങ്ങൾക്കൊക്കെ ചേർന്ന് നിർമ്മലമായ പ്രണയമുണ്ട്. പഴയ കാലത്തെ ഒരു ക്രൈസ്തവ കുടുംബം എങ്ങനെയായിരുന്നു, രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ആയിട്ട് മുത്തശ്ശിമാരും വല്യമ്മച്ചിമാരും ഒക്കെ ആയിട്ട് ആ പഴയ വിളികളിന് ചാച്ച, അമ്മ എന്നൊക്കെയുള്ള വിളികളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സാധാരണ കുടുംബം. അതേസമയം പുറത്തൊക്കെ പോയി US-ലും UK-ലും ഒക്കെ പോയി കാശൊക്കെ ആയിട്ട് പിന്നെ വന്നിട്ട് നയിക്കുന്ന ഒരു ക്രൈസ്തവ കുടുംബം. ഇതിന് തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. ഒരു നല്ല ഫാമിലി എൻ്റർടൈനറാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പഴയ കാലത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ സമൂഹമായിട്ട് ക്രൈസ്തവ സമൂഹം എങ്ങനെ എഴയെടുപ്പത്തിൽ പോയിരുന്നു, അല്ലെങ്കിൽ ആ ഹൈന്ദവ സമൂഹം വർഗീയതയൊന്നും ഇതുപോലെ പ്രചരിക്കുന്നതിന് മുമ്പ്, പടരുന്നതിന് മുമ്പ് അവർ നമ്മളോട് കാണിച്ചിരുന്ന ഊഷ്മളമായ ബന്ധം, ഇതൊക്കെ ഭംഗിയായിട്ടുള്ള ഭാഷയിൽ വളരെ ലളിതമായിട്ട് പറയുന്നു. അത്യാവശ്യം തമാശകളുണ്ട്, നല്ല സീനറികളുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾ കൂടി ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ഒരു കൊലപാതകം പോലും ഇല്ലാതെ, ഒരു ആത്മഹത്യയില്ലാതെ, ഒരു ദയനീയ രംഗം പോലും ഇല്ലാതെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രമാത്രം നല്ല ഒരു ഡയറക്ഷനാണ്. റെജീസ് ആൻ്റണി എന്ന് പറയുന്ന സംവിധായകൻ. കഥ എഴുതിയിരിക്കുന്നത് ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ് ആണ്. അവർ തന്നെയാണ്, അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ഇത് സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ഗൃഹാതുരത്വം മനസ്സിൽ ഫീൽ ചെയ്യും. 10-15 വർഷങ്ങൾക്ക് മുമ്പ് നസ്രാണി കുടുംബത്തിൽ ഉണ്ടായിരുന്ന കപ്പവാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ആ സിനിമയിൽ നല്ലതുപോലെ, അതുപോലെ ആ കുടുംബ കഥാപാത്രങ്ങൾ ആടും പശുവും എല്ലാം കോഴി എല്ലാം ചേർന്നിട്ടുള്ള ഒരു 30 വയസ്സിന് മുകളിലുള്ള സാധാരണ മനുഷ്യരെല്ലാം അനുഭവിച്ച ഒരു ഗ്രാമീണ ജീവിത ശൈലിയുടെ ആവിഷ്കാരം. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ പണമൊക്കെ ആയിട്ട് അങ്ങനെ വലിയ ബംഗ്ലാവിലൊക്കെ ജീവിക്കുന്നു. ഇത് തമ്മിലുള്ള ഒരു താരതമ്യം കൂടിയുണ്ട്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ എങ്ങനെ മനുഷ്യബന്ധങ്ങൾ നഷ്ടമാകുന്നു എന്നുള്ള ആ ലളിതമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൽ ഭംഗിയായിട്ട് അവതരിപ്പിച്ച സിനിമയാണ്. എല്ലാവരും, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ, ക്രൈസ്തവരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ സംസ്കാരത്തിലുണ്ടാകുന്ന അപജയങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, അതിലേക്കൊരു തിരിച്ചുപോക്ക് വേണമെന്ന് നമ്മളോട് ശക്തമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സിനിമയാണ്. അത് കണ്ടിരിക്കേണ്ടത് നല്ലതാണ്. നല്ല സിനിമ, സമയം പോകുന്നത് അറിയുപോലുമില്ല. 1-2 സ്ഥലത്തൊക്കെ ചെറിയൊരു ഇത് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ കംപ്ലീറ്റ് ബാക്കി നോക്കുമ്പോൾ ഈ സിനിമ ഭംഗിയുള്ള സിനിമയാണ്, കാണേണ്ട സിനിമ തന്നെയാണ്. Subscribe now and press the bell icon. Never miss an update.